റിയൽ പൃഥ്വിരാജ് എന്ന്. യോ എന്റെ അമ്മേ, ഇതെന്തൊക്കെ കാണണം. റിയലേ ഒറിജിനൽ എന്നൊക്കെ പറഞ്ഞ പോലെ ഒറിജിനൽ. ഇത് ഒറിജിനലാണ്, ഇത് റിയൽ ആണ്, റിയൽ. സൂപ്പർസ്റ്റിഷ്യസ് പൃഥ്വിരാജ് നേരത്തെ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിരുന്നു, ഇനി ഒറിജിനൽ എന്ന് വരുന്നത് അത് വേറെ വരും. എന്താണ് കൊള്ളാം. കാതെ കമ്മല്, മൂക്കേ കമ്മല്, വലിയൊരു കമ്മല്, രണ്ട് മൂന്ന് കമ്മല് കഴുത്തിലൊക്കെ ഇട്ട് എന്തോ ഒരു തരം കളർ കുറിയൊക്കെ തൊട്ട് ഏതൊരു പടം വരുന്നുണ്ട് ഈ പ്രഭാസിന്റെ കൂടെ എന്തോ. ട്രെയിലർ ഞാനും കണ്ടു. ഭയങ്കര ഒച്ചയും ബഹളമുള്ളൊരു പടം, ഭയങ്കര രസമാണ്. ഭയങ്കര മേക്കിംഗ് ആണെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ഇവിടെ ഉള്ളവർ പറയത്തില്ല മേക്കിംഗ്, ഭയങ്കര മേക്കിംഗ് ആണെന്ന് പറയുന്നത്. പ്രഭാസ് മസിലൊക്കെ പിടിച്ച് കിടന്ന് മരിക്കുന്നുണ്ട്, കൊല്ലുന്നുണ്ട്. പാടം ചിലപ്പോൾ ഓടാൻ ചാൻസ് ഉണ്ട്, എന്നാലും ട്രെയിലർ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതെന്തുവാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ഭയങ്കര നാണംകെട്ട പരിപാടിയാണല്ലോ ഈ റിയൽ പൃഥ്വി എന്നൊക്കെ എഴുതി വെച്ച്. ആരാ ഈ പേജൊക്കെ മാനേജ് ചെയ്യുന്നത്? പൃഥ്വിരാജെന്ന് കിട്ടാ പോരെ. ഇത് ചുമ്മാ ആവശ്യമില്ലാതെ ഓരോന്ന് എഴുതി കയറ്റി അതിന് ചുമ്മാ ചളി. കുറച്ച് പേരെങ്കിലും അങ്ങ് ഒരു എന്താ പറയാ, എന്തോ ഒരു അല്പത്തരം പോലെ ഫീൽ ചെയ്യത്തില്ല ഇത് റിയൽ പൃഥ്വിരാജ് എന്നൊക്കെ പറയാൻ. പിന്നെ സിനിമയും സിനിമാടനും ഒക്കെ ആണല്ലോ, അവിടെ ഉള്ള ആൾക്കാർ ഇങ്ങനെയാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ലെന്നുള്ളതാണ്. എന്നാലും കൊള്ളാം. മോഹൻലാൽ ഇത് കംപ്ലീറ്റ് ആക്ടർ മാറ്റിയിട്ട് വണ്ണാൻ്റെ ഇത് വണ്ണാൻ്റെ മോഹൻലാൽ. പിന്നെ എല്ലാ പട്ടിയും പൂച്ചയടക്കം എല്ലാം വണ്ണാൻ്റെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം ഞാനാണേലും നിങ്ങളാണേലും വണ്ണാൻ്റെ അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല, ഒറിജിനൽ അല്ല, മറ്റേ ഇത് റിയൽ അല്ല. റിയൽ ആണല്ലോ, എല്ലാവരും റിയൽ ആണല്ലോ അല്ലേ. അപ്പോൾ അത് കുഴപ്പമില്ല. എന്താണേലും നല്ല രസമുണ്ട്. ഇങ്ങനെ ഈ സിനിമാടന്മാർക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഐഡിയാസ് വരുന്നതാണോ, ഇനി വേറെ വല്ലവരും പറഞ്ഞു കൊടുക്കുന്നതാണോ, ഇനി അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവരിത് എടുക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇത് കാണാത്തൊന്നുമല്ല ദ റിയൽ പൃഥ്വിരാജ്. പിന്നെ ഫാൻസ്. അപ്പോൾ ഈ എന്താ പറയണ്ടേ, എന്തോ ഒരു പടമാണ്, അതിനകത്ത് ഭയങ്കര ഒച്ചപ്പാടും വേളം കേട്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറയാം, ഇത് എന്ത് ഇത്ര ഒച്ച കേട്ടിട്ട് ചെവി അടിച്ചു പോകുന്നല്ലോ, തിയേറ്ററിലൊക്കെ ഇരുന്ന് ഇനി ഒച്ചയും ബഹളവും കൂടെ കേൾക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു. ഈ ഒച്ചയും ബഹളവും കാരണം ചെവി അടിച്ചു പോകുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഇന്ത്യ എന്നല്ല, ഇമാതിരി സിനിമകൾ കാണുന്ന ആൾക്കാർക്ക് പൊതുവെ ചെവിക്ക് ഇച്ചിരി കേൾവിക്കുറവുള്ളവരാണോ എന്നൊരു സംശയമുണ്ട്. കാരണം അവരുടെ ജീവിത സാഹചര്യം, വർക്കിംഗ് എൻവയൺമെൻറ്റ്, അതുപോലെ തന്നെ ഈ പുറത്തൊക്കെ ആണെങ്കിലും ഹോണിട്ട് ഈ കച്ചറ ബഹളം എല്ലാം നടക്കുന്ന ഈ നാട്ടിൽ അങ്ങനത്തെ ജീവിത രീതിയുള്ളവരാണ് കൂടുതൽ. 70% ആൾക്കാർ അങ്ങനെയൊക്കെ തന്നെയാണ്. ഒച്ചയാണ്, പതുക്കെ പറഞ്ഞാൽ അവർ കേൾക്കത്ത് പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ സിനിമകൾക്ക് ഇത്രയും ഒച്ചപ്പാടും ബഹളവും കച്ചറയും. അപ്പോൾ അങ്ങനെയുള്ളവർക്കത് മനസ്സിലാവും. അല്ലാതെ ഈ സൗണ്ട് കുറച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള മെജോറിറ്റി പോപ്പുലേഷൻ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഈ പടം അങ്ങനെയും കൂടെ ഉള്ളവർക്കാണ്. ഇപ്പോൾ എന്താ പറയുക, അല്ലാത്തവർക്കും കാണാമല്ലോ. ഒച്ച കുറച്ച് കൂടുതലാണെങ്കിൽ കുറച്ച് പഞ്ഞി എടുത്ത് ചെവിക്കകത്ത് വെച്ചിട്ട് കണ്ടാൽ പോരെ എന്നുള്ളതാണ്. അങ്ങനെ പടത്തിൻ്റെ ഒരു സ്വഭാവം കണ്ടിട്ട് ഒച്ചപ്പാടും ബഹളവും വേണം. പക്ഷെ എന്നാൽ ഇത് ഭയങ്കര അലപ്പും ചിലപ്പോൾ എന്ന് പറഞ്ഞ പോലത്തെ രീതിയിലോട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ഭയങ്കര ഓവറാണ്. അലർച്ചി വേളയാണോ, എന്തൊക്കെയാണോ ഇൻസ്ട്രുമെൻറ്റ്സ് ഒച്ചത്തിലുള്ളത് അതെല്ലാം എടുത്ത് പിടിപ്പിക്കും. പിന്നെ അതിൻ്റെ എന്താ പറയണ്ട, വോളിയൊക്കെ അങ്ങോട്ട് കൂട്ടി പിച്ചൊക്കെ അങ്ങോട്ട് കയറ്റി വേറെ എന്താ ഇതിന് കയറ്റുന്നത്, ഏതാണ്ടൊക്കെ കൂട്ടിയിടും. എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടിയിട്ടേക്കാൻ പറയാം. അങ്ങനെ പറയത്തില്ലേ, അങ്ങനെ എന്തോ പറയും. എനിക്കറിയത്തില്ല ഈ എന്താ പറയണ്ടേ, ഈ സൗണ്ട് എഞ്ചിനീയറിങ് ചെയ്യാൻ അതിനെപ്പറ്റിയുള്ള ടേംസോ അല്ലെ ഇവർ ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളൊന്നും എനിക്കറിയത്തില്ല. എന്നാലും എല്ലാം ഒന്ന് കൂട്ടിയിട്ടേക്കാൻ അവർ പറയും. അപ്പോൾ ഈ എഞ്ചിനീയേഴ്സ് അങ്ങ് കൂട്ടും. BGM ഒക്കെ ചെയ്യുന്നവരെ BGM മ്യൂസിക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റേ ഇവരുടെ വരും. അവരോട് കയറ്റി അങ്ങോട്ട് കുറച്ചുകൂടെ കയറട്ടെ, കൂടട്ടെ, ചെവി അടിച്ചു പോട്ടെ, ആ ലെവലിലോട്ട് കൊണ്ടുവരും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെയുള്ള ഒരുപാട് പേര് ഇങ്ങനെ ചെറിയൊരു കേൾവിക്കുറവുണ്ട് എല്ലാവർക്കും. കാരണം അവർ ഡെയിലി ലൈഫിൽ നമ്മുടെ ഈ പറഞ്ഞ തമിഴ്നാട്, ഇന്ത്യ മൊത്തത്തിൽ എവിടെ എടുത്താലും ടൗണിൽ ഇറങ്ങിയാൽ ഭയങ്കര ബഹളത്തിനിടെ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ തന്നെ വർക്കിംഗ് എൻവയൺമെൻറ്റ്, ഇപ്പോൾ അത് ഏത് ഹോട്ടലാണെങ്കിലും ഹോട്ടൽ ജീവനക്കാരനാണെങ്കിലും കൊള്ളാം, പിന്നെ മറ്റേത് തൊഴിലിടത്തിലാണെങ്കിലും, ഹോസ്പിറ്റലും സ്കൂളും ഒക്കെ ഒഴിച്ചാൽ സ്കൂളിലും ബഹളമാണെന്ന് തോന്നുന്നു. സ്കൂള് കുറവാണ്. പിന്നെ കുറച്ചുകൂടി IT ഇങ്ങനെയുള്ളടത്തൊക്കെ ജോലി ചെയ്യുന്നിടത്തൊക്കെ സൗണ്ട് കുറവായിരിക്കും. ബാക്കി എല്ലായിടത്തും ഭയങ്കര ഒച്ചയാണ്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡൊന്നും പറയണ്ട, വെൽഡിങ്ങും ഗ്രൈൻഡിങ്ങും ഒക്കെ നടക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, അവരുടെ ചെവിക്ക് സ്വാഭാവികമായിട്ടും ഒരു കേൾവി കുറവുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ സംഭവിക്കും. ഒത്തിരി ഒച്ചപ്പാട് നിന്ന് പണിയെടുത്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നുണ്ട്. കൺസ്ട്രക്ഷൻ ഫീൽഡൊക്കെ ചെവി ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവരുടെ കേൾവി ശക്തി എത്രത്തോളം ഉണ്ടെന്ന് അളക്കും. വളരെ കുറഞ്ഞ ആൾക്കാരെ ഈ കൂടിയ പണികളിലേക്ക് വിടത്തില്ല. ഇതിപ്പോൾ ടാങ്കിനകത്ത് വെൽഡിങ്, പൈപ്പ് ലൈൻ, വല്ലതും ഈ റിസ്ക് ഉള്ള സ്ഥലങ്ങളിൽ അവർ ഇറങ്ങി ഓടാന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല എന്നുള്ളൊരു സാധ്യത കണ്ടുകൊണ്ട് കൺസ്ട്രക്ഷൻ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം. ഗൾഫിലൊക്കെ നോക്കുന്നുണ്ട്, ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ EMF ഒക്കെ കൊടുക്കും. അവിടെയൊക്കെ ആണെങ്കിൽ സേഫ്റ്റി ഭയങ്കര പ്രാധാന്യം ആയതുകൊണ്ട് എല്ലാവരും EMF ഒക്കെ വെച്ചിട്ട് വെൽഡിങ്ങിനും ഗ്രൈൻഡിങ്ങിനും ഒക്കെ ടാങ്കിനകത്ത് കയറത്തുള്ളൂ. പക്ഷേ ഇവിടെയൊക്കെ അങ്ങനെയാണോ? ഇവിടെ അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയുള്ള ആളുകൾക്ക് കേൾക്കാൻ പറ്റണം.
അതിന് വേണ്ടിയിട്ടാണ് ഈ സൗണ്ട് കൂട്ടി ഇങ്ങനെ അലപ്പ് കൂട്ടുന്നത്. അല്ലെ വെടിവെപ്പിൻ്റെയൊക്കെ ശബ്ദം ഭയങ്കരമായിട്ട് ഒച്ചത്തിൽ അതും അലറിച്ച് വല്ലാത്ത ഒരു രീതി കേൾപ്പിച്ചാലേ പലരും കേൾക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ വെച്ചേക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അതിന് കുഴപ്പമൊന്നുമില്ല. എന്താണെങ്കിലും ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ഒരു പടം വരുന്നു, റിയൽ വന്നു. മോഹൻലാൽ ഒരു പടം കൊണ്ട് ഇറങ്ങിയിട്ട് നാട് നീളെ നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നു, ആദരിക്കുന്നു. മോഹൻലാൽ എന്നെ ആളെ വിളിച്ചു കൂട്ടി ആദരിപ്പിക്കുന്ന പോലെ തോന്നി. എല്ലാം കൊള്ളാം, നല്ല കോമഡി നടക്കുന്നത്. ക്രിസ്മസ് ഒക്കെ അല്ലേ, ആൾക്കാരൊക്കെ വല്ല നാട്ടിലേക്ക് അവധിക്ക് വരിക, കുറേ ആൾക്കാർ ക്രിസ്മസ് കേക്ക് മേടിക്കാൻ അതിനൊക്കെ പുറത്തോട്ടിറങ്ങും. ആ സമയത്ത് നമുക്ക് അവിടെ ചെന്ന് ഇങ്ങനെയൊക്കെ ഉള്ള വേലകളൊക്കെ കാണിച്ച് 5000 പേരുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നു, ഏതാണ്ടൊക്കെ കാണിക്കുന്നു പടം ഇറങ്ങുന്നതിന് മുമ്പ്. പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന. അപ്പോൾ ആ സോഷ്യലി ഭയങ്കര സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഒക്കെ കൂടി. പിന്നെ എന്തൊക്കെയോ ചെയ്യുക. ഫാൻസിനോട് ഭയങ്കര സ്നേഹം കൂടി പെട്ടെന്ന് കണ്ടു. ഫാൻസ് മുത്താന്നോ ഏണ്ടൊക്കെ പറഞ്ഞ്, എനിക്ക് നിങ്ങളുണ്ടെന്നോ ഏണ്ടൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചു. മൊത്തത്തിൽ എല്ലാവരും കൊള്ളാം. ഈ ടൈപ്പ് ആൾക്കാരെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്, ഒന്നിച്ചിറങ്ങുന്നത്. പിന്നെ ഈ മോഹൻലാലിൻ്റെ ഒക്കെ പടം എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ഒരു വർഷം ഒരു 4-5 പടം ഇറക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഒന്നിച്ചിറങ്ങണം. എല്ലാം കൂടെ ഒരു ദിവസം അങ്ങ് റിലീസ് ചെയ്യണം. അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പൊട്ടിയാലും അപ്പുറത്ത് ഈ തമ്മിൽ 3 പടം ഇറക്കണം. അപ്പോൾ 3 കമ്പയർ ചെയ്യത്തുള്ളൂ, മറ്റു പടങ്ങളില്ലല്ലോ. അപ്പോൾ 3ലും ഇത് നല്ലതാണ്, മറ്റേ 2 മോശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പേരങ്ങ് ഒരെണ്ണം മാസ്, ഒരെണ്ണം സ്റ്റോറി, ഒന്ന് വേറെ എന്തെങ്കിലും. മറ്റേ ബറോസും നേരും ഈ പറഞ്ഞ മലൈക്കോട്ടെ വാലിബനും ഒരു ദിവസം റിലീസ് ചെയ്തിരുന്നത്. ഇനി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ കാണുമെന്ന് എനിക്കറിയത്തില്ല, എല്ലാം അയച്ചു കൊടുക്കും. ഒറ്റ ദിവസം ഒരു 3 പടമൊക്കെ ഒന്നിച്ച് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏതെങ്കിലും നടന്ന് റിലീസ് ആവുകയാണെങ്കിൽ അത് മോഹൻലാലിനെ ആയിരിക്കണം. അങ്ങനെ ഒരു രസമായിരിക്കും. ഒരു 3, 4, 5 ആക്കിയാൽ പൊളിക്കും, റെക്കോർഡ് അടിക്കും. എന്നിട്ട് പിന്നെ ഒരു വർഷത്തേക്ക് പടം ഒന്നും ചെയ്യരുത്. ഒരു വർഷത്തേക്കുള്ള എല്ലാം ഒന്നിച്ച് തിയേറ്ററിൽ എല്ലായിടത്തും കയറി ആരെതുവഴി പോയാലും മോഹൻലാലിൻ്റെ പടം തിയേറ്ററിൽ കാണാവും. അപ്പോൾ ഉടനെ എല്ലാവരും ഏതെങ്കിലുമൊക്കെ കണ്ടോളും. ക്രിസ്മസ് ഒക്കെ ആണെങ്കിൽ പറയണ്ട. അല്ലെങ്കിൽ ഇങ്ങനത്തെ ആഘോഷം ഫെസ്റ്റിവൽ സീസണിലൊക്കെ അങ്ങനത്തെ പണിയൊക്കെ ചെയ്തേക്കണം. വേറെ ആർക്കും തിയേറ്റർ കൊടുക്കുകയൊന്നും വേണ്ട. തിയേറ്ററിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറി ഒക്കെ നമ്മുടെ ആൾക്കാരാണല്ലോ, അതുകൊണ്ട് വേണേൽ അതും ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അങ്ങനെ പൊട്ടിയാലും നേരത്തെ പിടിച്ച് എല്ലാം കൂടെ പൊട്ടത്തൊന്നുമില്ല. ഏതെങ്കിലും ഒരെണ്ണം നല്ല എന്നൊക്കെ പറയും. മാസ് കണ്ട ഒരു മാസ് കണ്ടോളും, സ്റ്റോറി കണ്ട ഒരു സ്റ്റോറി കണ്ടോളും, പിന്നെ ആറാട്ടെണ്ണം എല്ലാം കണ്ടോളും. ഫസ്റ്റ് ഹാഫ് കഥയാണ്, സെക്കൻഡ് ഹാഫ് സ്റ്റോറിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചൊന്ന് ചെയ്താൽ മാത്രം മതി. പിന്നെ ആവശ്യത്തിന് ലാഗുള്ള പടങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ആ ലാഗുണ്ട, മ്യൂസിക് BGM ഉണ്ട്, ആക്ഷൻ ഉണ്ട്, പാട്ടുണ്ട്, എന്താ വേണ്ടത് അങ്ങനെ 5 തരത്തിൽ അങ്ങോട്ട് ഇറക്കി വിടാമെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനൊരു പേരെടുക്കാൻ പറ്റും. അതൊക്കെ വഴിയുള്ളൂ. പിന്നെ ഇപ്പോൾ വരുന്ന നേര്, അതിന് വേണ്ടിയിട്ടും പിന്നെ മലൈക്കോട്ടയും കൂടെ കണ്ടുകൊണ്ടാണ് ഈ ഇറങ്ങിയേക്കുന്നത് കേട്ടോ. അതുവരെ ഇറക്കമൊക്കെ കുറവാണ്. ഇപ്പം നടന്ന് ഇൻ്റർവ്യൂ കൊടുത്തിട്ട് തൃശ്ശൂർക്കാരനല്ലാത്തതുകൊണ്ടാണ് തൃശ്ശൂർ ഭാഷ അറിയാത്തതെന്നും, കോഴിക്കോടുകാരനല്ലാത്തതുകൊണ്ടാണ് കോഴിക്കോട് ഭാഷ അറിയാത്ത, മലപ്പുറം അല്ലാത്തതുകൊണ്ട് മലപ്പുറം ഭാഷ അറിയത്തില്ല, കാസർഗോഡ് അല്ലാത്തതുകൊണ്ട് കാസർഗോഡ് ഭാഷ അറിയത്തില്ല എന്നൊക്കെ പറയുന്ന പോലെ. ഇപ്പോൾ കിളിച്ചുണ്ടുമ്പോഴും എന്തുകൊണ്ട് അങ്ങനെ ആയെന്ന് ചോദിച്ചാൽ പറയും, ഞാൻ ഈ ഭാഷ എനിക്ക് അറിയത്തില്ല, ഞാൻ തിരുവനന്തപുരംകാരനല്ലേ എന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ പറയും. അത് ഏതും വഴങ്ങത്തില്ല, അതിന് മെനക്കെടാറും ഇല്ല. അതുകൊണ്ട് പറ്റുന്നതേ ഉള്ളൂ. മമ്മൂട്ടി അതിനും വേണ്ടി മതി എല്ലായിടത്തും നടന്ന് വൃത്തിക്ക് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. പറ്റത്തും ഇല്ലായിരിക്കും ചിലപ്പോൾ, ഒത്തിരി ശ്രമിച്ച് കാണുന്നേ. നടക്കാത്തതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു എക്സ്ക്യൂസൊക്കെ ആയിട്ട് നടന്ന് ഞാൻ വലിയ ശ്രദ്ധിക്കാത്ത ആളാണ്. അല്ലാതെ ഞാനങ്ങ് ഒലത്തിയേനെന്നൊക്കെ പറഞ്ഞ് നടക്കുക. ഫാൻസിനെ പറ്റിക്കാൻ ഇറക്കുന്നുണ്ട്. എന്താണ്ട് അതാ ഈ ഫാൻസുകാരൊക്കെ 5000 പേരൊക്കെ വിളിച്ച് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചത്. എന്തോ കുഴപ്പം ഇവിടെ ഉണ്ട്. പാവപ്പെട്ട ഫാൻസ്. ഇനിയും ഈ പടം വിജയിച്ചാലും പരാജയപ്പെട്ടാലും മോഹൻലാലിനെ നഷ്ടമുള്ളൂ. പക്ഷേ ഇവിടെ ചില പൊട്ടന്മാർ പറയുന്ന കേട്ടവർക്ക് ഇവന്മാർക്ക് എന്തോ നഷ്ടമുള്ള പോലെ, സിനിമ പൊട്ടി അതുകൊണ്ട് ഞങ്ങളുടെ കോടികൾ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ പോലത്തെ ആൾക്കാരായി ഈ പൊട്ട ഫാൻസേ. അവന്മാരും ഇറങ്ങി കാണും. ഇപ്പോൾ കുറേ എണ്ണത്തിനിട്ട് ഇളക്കുന്നുണ്ടാവും. പിന്നെ ഫാൻസുകാരെന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ പൊക്കിപ്പറഞ്ഞ ആൾക്കാർ സമൂഹത്തിന് എന്താ മാതൃകയാണെന്നൊക്കെ പറഞ്ഞത്, മോഹൻലാൽ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഈ തെറിയും പറഞ്ഞ പരിപാടിയും ഈ പൊട്ടത്തരം പറഞ്ഞ് നടക്കുന്നവന്മാരൊക്കെ അല്ല. അതായത് മോഹൻലാൽ ഫാൻസ് എന്ന് പറയുന്നത് ഈ പൊട്ടന്മാരെ ഉപയോഗിച്ച് ഫാൻസ് അസോസിയേഷനൊക്കെ തുടങ്ങി അതൊരു ബിസിനസ് നടത്തുന്ന ആൾക്കാരുണ്ട്. ഇതിനകത്തൊരു ബിസിനസ്സുകാരോ അത്രയും ആൾക്കാരുണ്ട്, ബിസിനസ്സുകാർ. ഇവരൊക്കെ മാനേജ് ചെയ്യുന്ന, ഇതിനൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന, ഇതിനൊക്കെ കുറച്ച് പൈസയും മുടക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ബിസിനസ് ചെയ്യുന്ന ഫാൻസിനെയാണ് പുള്ളി ഉദ്ദേശിച്ചത്, അല്ലാതെ മറ്റേ പൊട്ടന്മാരെ അല്ല. ഈ തെറി ഓൺലൈൻ മൊത്തം തെറി വിളിച്ച് നടക്കുന്നവന്മാരല്ല. അവർ വിചാരിച്ച അവരാണ് മാതൃക എന്ന്. അതല്ല, നിങ്ങളെ ഉപയോഗിക്കുന്ന കുറച്ച് ഫാൻസിൻ്റെ ആളുകളുണ്ട്. അവർ നിങ്ങളെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും. പക്ഷേ എന്നാലും